കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായ ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ആ വീഡിയോസും കാണാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ് RCRഉം ഹിന്ദു മാരേജ് ആക്ടിലെ ഡിവോഴ്സും തമ്മിലുള്ള ഒരു യുദ്ധത്തെ കുറിച്ചിട്ടാണ്. അങ്ങനെ യുദ്ധം വരികയാണെങ്കിൽ ആര് ജയിക്കും അല്ലെങ്കിൽ ആർക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2024 ഫെബ്രുവരി 4 വന്നിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ സീരീസാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുന്നതായിരിക്കും. ഈ കേസിൻ്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഭാര്യയും ഒരാണും പെണ്ണും കാണുന്നു, പരസ്പരം ഇഷ്ടപ്പെടുന്നു, അവർ കല്യാണം കഴിക്കുന്നു. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം അവർ കല്യാണം കഴിക്കുന്നു. ആസ് യൂഷ്വൽ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഒരു കുട്ടി ജനിക്കുകയും ചെയ്യുന്നു. കുട്ടി ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ എന്തോ സംതിങ് കാരണം കൊണ്ട് അവർക്ക് ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം രൂപപ്പെടുകയും ആ അഭിപ്രായ വ്യത്യാസം തുടർന്നുകൊണ്ട് അവർ തമ്മിൽ ബന്ധം വേർപ്പെടുത്തുവാനായിട്ട് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് മാട്രിമോണിയൽ ഹോമിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് പോയിട്ട് താമസമാക്കുകയും ചെയ്തു. വൈരാഗ്യം കൂടി വന്നപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് എതിരെയായിട്ട് ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 13 പ്രകാരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ഇതിന് എതിരെ ചെലവിന് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടും ഭർത്താവ് ദാമ്പത്യബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 9 പ്രകാരം റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ് RCR പ്രകാരമുള്ള ഒരു പെറ്റീഷനും വൈഫും അതേ കുടുംബ കോടതിയിൽ തന്നെ ഫയൽ ചെയ്യുകയും ചെയ്തു. കേസ് റൺ ചെയ്ത് കുറേ കഴിഞ്ഞതിന് ശേഷം എവിഡൻസ് സ്റ്റേജ് എത്തുന്നു. എവിഡൻസ് സ്റ്റേജ് എത്തിയപ്പോൾ കോടതി എന്ത് പറയുന്നു, ഈ രണ്ട് കേസുകളും കൂടി ഒരുമിച്ച് ഒരു ജോയിൻറ്റ് ട്രയലിന് വെക്കുകയും ചെയ്തു. ജോയിൻറ്റ് ട്രയലിന് വെച്ച് കഴിഞ്ഞപ്പോൾ കോടതി കണ്ട കാര്യം എന്താണ്, ഭർത്താവ് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തേക്കാണ്, ഭാര്യ RCR ഫയൽ ചെയ്തേക്കാണ്. ഇതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞു വന്നപ്പോൾ വിധി വന്നത് എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദാമ്പത്തിക ബന്ധത്തിനിടയിൽ ഏതെങ്കിലും ഒരു വ്യക്തി RCR ഫയൽ ചെയ്തിട്ടുണ്ട്, മറ്റൊരു വ്യക്തി ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക ആർക്കാണ്, റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ് RCR പ്രകാരം കേസ് ഫയൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കേസിൽ ഭാര്യയ്ക്ക് അനുകൂലമായി RCR വരികയും അതിൻ്റെ ഭർത്താവിൻ്റെ ഡിവോഴ്സ് പെറ്റീഷൻ കോടതി തള്ളിക്കളയുകയും ചെയ്തു. തള്ളിക്കളയാനുള്ള കാരണം എന്താണ്, ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 13 പറയുന്ന പ്രകാരമുള്ള എവിഡൻസുകൾ ഒന്നും തന്നെ ഭർത്താവിനെ ഹാജരാക്കുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. കൂടാതെ RCR എന്ന് പറയുന്നത് ഭരണഘടന വിരുദ്ധമല്ല എന്നുള്ള ഒരു മുൻകാല സുപ്രീം കോടതി വിധിയുടെ ആനുകൂല്യവും ഇവിടെ ഭാര്യയ്ക്ക് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയ്ക്കും മൈനർ ചൈൽഡായിട്ടുള്ള ആൺകുട്ടി 9 വയസ്സായിട്ടുള്ള ആൺകുട്ടിക്കും ചെലവിന് കൊടുക്കുവാനുമാണ് ഉത്തരവുണ്ടായിട്ടുള്ളത്. ഈ ഫാമിലി കോടതി ഉത്തരവിന് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് ഭർത്താവ് പോയെങ്കിലും ഭർത്താവിൻ്റെ ആ ഹർജി ഹൈക്കോടതി തള്ളിക്കളയുകയും ഫാമിലി കോടതിയുടെ ഉത്തരവിനെ ശരി വയ്ക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്, RCR എന്ന് പറയുന്നത് ഡിവോഴ്സ് പെറ്റീഷനേക്കാളും വളരെയധികം പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്നും വ്യക്തമായ തെളിവുകളില്ല എന്നുണ്ടെങ്കിൽ ഭർത്താവ് കൊടുത്തതായാലും ഭാര്യ കൊടുത്തതുമായിട്ടുള്ള ഡിവോഴ്സ് പെറ്റീഷൻ സെക്ഷൻ 13 പ്രകാരമുള്ളത് തള്ളിപ്പോവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. RCRഉം ഡിവോഴ്സ് പെറ്റീഷനും ഒരേ സമയം വരികയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് അവിടെ പ്രൊമിനൻ്റ് ആയിട്ട് വരിക RCRനായിരിക്കും എന്നുള്ളതും പിന്നെ എന്താണ് മനസ്സിലാക്കാൻ പറ്റുക, ഭാര്യയ്ക്കെതിരെ ഭർത്താവിനും ഭർത്താവിനെതിരെ ഭാര്യയ്ക്കും RCR പെറ്റീഷൻ ഫയൽ ചെയ്യാം എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞു വരേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ ഭാര്യമാരെ ഉപേക്ഷിച്ച് പോവുകയും ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് ആദ്യം എന്ത് ചെയ്യുക, RCR ഫയൽ ചെയ്യുക. RCR ഫയൽ ചെയ്തതിന് ശേഷം മാത്രം ഡിവോഴ്സ് പെറ്റീഷനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതും കൂടിയാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.